DJയുടെ എയർ 3S ഡ്രോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അധികം നാളൊന്നും ആയിട്ടില്ല, ഏകദേശം ഒരു 3 മാസം മാത്രമേ ആയിട്ടുള്ളൂ നമ്മൾ ഇത് വാങ്ങിയിട്ട്. അതിനുള്ളിൽ തന്നെ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്ത് കുറേയധികം കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതിലൊന്നായിരുന്നു സാറ്റലൈറ്റ് കണക്ഷൻ കട്ടായി പോയ ഈ ഒരു ചെറിയ സംഭവം. കഴിഞ്ഞ ദിവസം നമുക്ക് പുന്നവേലി എന്ന സ്ഥലത്ത് ചെറിയൊരു വെഡ്ഡിംഗ് വർക്ക് ഉണ്ടായിരുന്നേ. അപ്പം വീടും പള്ളിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കിയപ്പോൾ 850 മീറ്റർ മാത്രമേ ഉള്ളൂ. നമ്മൾ ഡ്രോണിൽ 3000 മീറ്റർ വരെ ഡിസ്റ്റൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിൽ നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ പള്ളിയുടെ ഒരു ഷോട്ട് എടുത്താണ്. അങ്ങനെ എടുത്ത ഒരു ഏരിയൽ വ്യൂ ആണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വെറൈറ്റി സംഭവങ്ങളൊന്നുമല്ല, എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഷോട്ടാണ്. അങ്ങനെ നമ്മൾ 850 മീറ്റർ പറത്തി ഡിസ്റ്റൻസിൽ പള്ളിയുടെ മുറ്റത്തേക്ക് എത്തിയ സമയത്ത്, പള്ളി മുറ്റത്തെങ്ങും അധികം ആൾക്കാരെ ഒന്നും കാണാനില്ല, എന്നാൽ ആൾക്കാരൊന്നും ഇല്ലാത്ത ശാന്തമായിട്ട് കിടക്കുന്ന പള്ളിയുടെ ഒരു വിഷ്വൽ എടുക്കാമെന്ന് കരുതി നമ്മൾ 850 മീറ്റർ മാറി തറനിരപ്പിൽ നിന്നുകൊണ്ട് തന്നെ എടുത്ത ഒരു വിഷ്വലാണ് ഇപ്പം ഈ കാണുന്നത്. ഡ്രോണ് റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ചെറുതായിട്ടൊന്ന് ഡൗൺ ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ നമ്മൾ ക്യാമറ ഡ്രോൺ ഒന്ന് തറനിരപ്പിലേക്ക് ഇറക്കിയ സമയത്ത് നമ്മൾ നിൽക്കുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ 850 മീറ്റർ ആ ഡിസ്റ്റൻസിൽ മരങ്ങൾക്കൊക്കെ ഇടയിലായതുകൊണ്ടാണെന്ന് അറിയില്ല, പെട്ടെന്ന് തന്നെ സാറ്റലൈറ്റ് കണക്ഷൻ കട്ടായി പോയി. RC ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി, സാറ്റലൈറ്റ് ലോസ്റ്റ് എന്ന് തന്നെ കാണിച്ചു. 3 മാസമേ ആയിട്ടുള്ളൂ നമ്മൾ ഈ ഒരു ഡ്രോൺ എടുത്തിട്ട്. അതിനുള്ളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച് വിറച്ചു പോയി. പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് പള്ളിമുറ്റത്തേക്ക് വരാനായിട്ട് തുടങ്ങിയതാണ്. ഒരു 3-4-5 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഹോം പോയിന്റ് ആക്റ്റീവായിട്ട് ഡിറ്റക്ട് ചെയ്തിട്ട് ഡ്രോണ് റിട്ടേൺ തിരിച്ചു വന്നു. DJ പോലുള്ള ഒട്ടുമിക്ക എല്ലാ ക്യാമറകളിലും ഇതേപോലെ നമ്മൾ ഹോം പോയിന്റ് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ RC ഷട്ട് ഡൗൺ ആയിപ്പോയെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഡ്രോണ് തിരിച്ച് നമ്മൾ പറത്തി ഫ്ലൈ ചെയ്ത സ്ഥലത്തേക്ക് തന്നെ വരുന്നതായിരിക്കും. നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹോം പോയിന്റ് ആക്റ്റീവ് എന്നൊരു വാർണിംഗ് മെസ്സേജ് കാണിക്കും. അതിനുശേഷം മാത്രം പറത്തുക എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. നമ്മൾ ബിഗിനേഴ്സിനാണെങ്കിലും ഇതേപോലെയുള്ള ക്യാമറകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അധികം വലിയ പേടിക്കാതെ പറത്തി പഠിക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 3 മാസത്തിനുള്ളിൽ കുറേയധികങ്ങളൊക്കെ ഇതേപോലെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ കുറേയധികം അബദ്ധങ്ങളിലൂടെ കുറേയധികം കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിലൊന്നായിരുന്നു ഇത്.